നമുക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിലാണ് നമുക്ക് സർവൈവ് ചെയ്യാം. പക്ഷെ എല്ലാ ജോലിയിലും ഈ ക്രിയേറ്റിവിറ്റി നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പൈലറ്റിന്റെ ജോലി, അതിന് ക്രിയേറ്റിവിറ്റി ഒരിക്കലും ഡിമാൻഡ് ചെയ്യണില്ല. നമ്മൾ ഒരു പൈലറ്റ് ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് ഞാൻ ക്രിയേറ്റീവായിട്ട് ഒരു പുതിയ റൂട്ടിലൂടെ പോകാന്ന് പറഞ്ഞാൽ ആ പൈലറ്റിന് ജോലി പോകും. അപ്പോൾ സർജറി നടത്തുന്ന ഫീൽഡൊക്കെ ആണെങ്കിൽ ഒരു ഡോക്ടർ രാവിലെ എണീറ്റിട്ട് ഞാൻ ക്രിയേറ്റീവായിട്ട് ഒരു സർജറി നടത്താന്ന് പറഞ്ഞാൽ അയാളെ പണി പോകും. അപ്പൊ അതൊക്കെ ഒരു പ്രത്യേക പാറ്റേൺ ഉള്ളതാണ്. അവിടെ ചില റൂളുകളും ബൗണ്ടുകളും ഉണ്ട്. അവിടെ ഔട്ട് ഓഫ് ബോക്സ് നമുക്ക് ചിന്തിക്കാനുള്ള സ്കോപ്പ് ഉണ്ടാവില്ല. അത്തരം ഫീൽഡിൽ നമുക്ക് ക്രിയേറ്റിവിറ്റി ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ഈ ഫീൽഡ്, ഡിസൈനിങ് ഫീൽഡിൽ അതിന് ഒരു പ്രത്യേക പാറ്റേൺ അല്ലെങ്കിൽ ഒരു പ്രത്യേക പുതുമ ഒന്നും കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോട്ടോ കൊടുന്ന് വെക്കുന്നു, ജസ്റ്റ് ലോഗോ വെക്കുന്നു, അങ്ങനത്തെ ഒരു മെഷീനും ചെയ്യാൻ പറ്റുന്ന ഒരു പണി മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളെങ്കിൽ നമ്മളവിടെ എന്തായാലും നമ്മൾ റീപ്ലേസ് ആയി പോകും. നമുക്കൊരു ഒരു പുതിയ സാധനം, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അവിടെ നമുക്ക് സ്കോപ്പ് ഉണ്ട്. ഇപ്പോൾ കുറേ ഡിസൈനേഴ്സ് ഉണ്ടായിട്ടും കുറച്ച് ആൾക്കാർ മാത്രം സർവൈവ് ചെയ്യാം, ഹയർ പൊസിഷനിലേക്ക് പോകാന്ന് പറയുന്നത് അവിടെ അയാൾക്ക് സംതിങ് സ്പെഷ്യൽ ഉണ്ട്. അതാണ് ക്രിയേറ്റിവിറ്റി. അങ്ങനത്തെ ആളുകളെ എപ്പോഴും എല്ലാ കമ്പനിക്കും ഡിമാൻഡ് ഉണ്ടാവും. അവരെ ഒന്നും റീപ്ലേസ് ചെയ്യാൻ പോകുന്നില്ല.